നോക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും ഇത്രയൊക്കെ വാശിയേറിയിട്ടുള്ള വീരായിട്ടുള്ള ആ ഒരു പോരാട്ടങ്ങളൊക്കെ കാണുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നത് നോക്കാൻ. രാഹുൽ സുരേഷ് അതാ ചേരുന്നു പോയിന്റ് നില പറയാനായി. രാഹുൽ, മത്സരങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ നടക്കുന്നു? ഏത് ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്? ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയൂ. റോഷ്നി, ആവേശ പോരാട്ടങ്ങൾ ഓരോരോ വേദികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 25 വേദികളിലും ഒരേ സമയം നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേയധികം ഐറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് വേദി 1-ലാണ്. വേദി 1-ൽ നടക്കുന്നത് സൂര്യകാന്തി എന്ന പേരിട്ടിരിക്കുന്ന ഈ വേദിയിൽ നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിര കളിയാണ്. 2 മണിക്കാണ് തിരുവാതിര കളി ആരംഭിച്ചത്. കുറേയധികം ടീമുകളുണ്ട്. ഓരോരോ ടീമുകളും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയിന്റ് നിലയിലേക്ക് വരികയാണെങ്കിൽ അതാണ് ഏറ്റവും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. 1-ാം സ്ഥാനത്തുള്ളത് അത് കോഴിക്കോട് തന്നെയാണ്. 78 പോയിന്റുമായി കോഴിക്കോട് ജില്ലയാണ് 1-ാം സ്ഥാനത്ത്. അതുകൂടാതെ തൊട്ടുപുറകിൽ 319 പോയിന്റുമായി കോഴിക്കോട് ജില്ലയാണ് 1-ാം സ്ഥാനത്തുള്ളത്. 319 പോയിന്റുമായി കണ്ണൂർ ജില്ലയും ഒപ്പത്തിനൊപ്പം ഉണ്ട് എന്നതാണ്. അപ്പോൾ 2 ജില്ലകളാണ് 319 പോയിന്റുമായി കട്ടക്ക് നിൽക്കുന്നത്. തൊട്ടുപുറകിൽ 317 പോയിന്റുമായി നമ്മുടെ തൃശ്ശൂര് 2 പോയിന്റ് പുറകിലുണ്ട്. അപ്പോൾ ഓരോ മണിക്കൂറുകളിലും ഈ പോയിന്റ് നില മാറി മറിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ മറ്റൊന്നായിരുന്നു സ്ഥിതിയെങ്കിൽ ഇന്ന് ഉച്ചയാകുമ്പോൾ 2 ജില്ലകൾ ഒരേ പോയിന്റുമായി മുന്നിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുപക്ഷെ 2 പോയിന്റും കൂടി പിടിച്ചുകൊണ്ട് തൃശ്ശൂർ മുന്നിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ BSS ഗുരുകുലമാണ് സ്കൂളുകളിൽ 1-ാം സ്ഥാനത്തുള്ളത്. അവർക്കുള്ളത് 78 പോയിന്റാണ്. മറ്റൊരു സ്കൂൾ 2-ാം സ്ഥാനത്തുള്ള സ്കൂളിനെ നോക്കുകയാണെങ്കിൽ കിടങ്ങന്നൂരിൽ നിന്നുള്ള SVGHSS ആണ് ഉള്ളത്. അവർക്ക് 46 പോയിന്റ് ആണുള്ളത്. അപ്പോൾ ആവേശ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല റോഷ്നി, ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ശരി രാഹുൽ, എന്തായാലും നമുക്ക് നോക്കാം. ഇനിയും ഒരുപാട് ദിവസങ്ങൾ ഉണ്ടല്ലോ. അപ്പോ ഇതൊക്കെ മാറി മറിയുമെന്നാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് മത്സര ഇനങ്ങൾ